ശക്തമായ പോളിംഗ് കാഴ്ചവെച്ച നിയമസഭാ മണ്ഡലമായ നേമത്തെ ഇക്കുറി വിജയപ്രതീക്ഷയിലാണ് ബി.ജെ.പി. തുടക്കം മുതൽ വോട്ടെടുപ്പിന്റെ അവസാനം വരെ മണ്ഡലത്തിലെ വോട്ടിംഗ് ഗ്രാഫ് ഉയർന്നു തന്നെ നിന്നു. സംസ്ഥാനത്തെ പോളിംഗ് ശരാശരി മറികടന്ന് പ്രകടനം കൂടിയായിരുന്നു നേമത്തെ ജനവിധി. സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വോട്ടെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ ശതമാനക്കണക്കുകളിൽ നേമം കുതിച്ചു കയറി. വോട്ടെടുപ്പിന്റെ പകുതിഘട്ടം പിന്നിട്ടപ്പോൾ തന്നെ പോളിംഗ് നിലയാകട്ടെ 50% പിന്നിട്ട് കഴിഞ്ഞിരുന്നു. മണ്ഡലം ചുറ്റി നിൽക്കുന്ന നഗരഗ്രാമ മേഖലകളിലെ വോട്ടർമാർ ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പോളിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ ബൂത്തിലേക്ക് എത്തിയതോടെയാണ് ശതമാനക്കണക്കുകളിൽ വൻ വർധനവ് പ്രകടമായത്. നേമത്തിന് പുറമെ മേലാങ്കോട്, തൃക്കണ്ണാപുരം, എസ്റ്റേറ്റ് അടക്കമുള്ള ബി.ജെ.പി. സ്വാധീന മേഖലകളിൽ പോളിംഗ് ഉയർന്നു നിന്നു. കൂടാതെ ന്യൂനപക്ഷ വോട്ടർമാർ തിങ്ങിപ്പാർക്കുന്ന അമ്പലത്തറ, കമലേശ്വരം മേഖലകളിൽ ശതമാനക്കണക്ക് താഴോട്ട് വീഴാതെ നിന്നതിൽ ബി.ജെ.പി. മികച്ച ആത്മവിശ്വാസത്തിലുമാണ്. ഒപ്പം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറിന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നൽകിയ നിയമസഭാ മണ്ഡലവും നേമമായിരുന്നു. 61,227 വോട്ടാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ അക്കൗണ്ടിലേക്ക് അന്ന് വീണത്. UDF-ന് 39,101 LDF-ന് 33,322 വോട്ടുമാണ് കിട്ടിയത്. തദ്ദേശ കണക്ക് നോക്കിയാലും 7,913 വോട്ടിന് ലീഡാണ് NDA സ്വന്തമാക്കിയത്. കെ.ബി. ശ്യാമപ്രസാദ്, ജനം, തിരുവനന്തപുരം.